അഗ്രോജൈവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പാലക്കാട് ജില്ലയിലെ കൂറ്റനാടുള്ള ഒരു വർക്കാണ്. പാലക്കാട് ജില്ലയിലെ കൂറ്റനാട് നിന്ന് ഒരു 5 കിലോമീറ്റർ അകലെയുള്ള കോതച്ചിറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വർക്കിന്റെ വീഡിയോ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ ഫുള്ളായിട്ട്, അതായത് ഒരു 9 മിനിറ്റോളം വീഡിയോ ഉണ്ട്. അത് ഫുള്ളായിട്ട് നിങ്ങൾ കാണണം. അതിനകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആ ഒരു പ്രതലത്തിന്റെ മുൻപത്തെ ഒരു വീഡിയോ ഉണ്ട്. ഇത് കുറച്ച് ലെങ്തിയാണ്. അത് നിങ്ങൾ നോക്കുക. അതിനുശേഷം നമ്മൾ കല്ല് വിരിച്ചതിന് ശേഷം എങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ ആ കസ്റ്റമേഴ്സൊക്കെ അവരുടെ റിവ്യൂ ഒക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെവർ കാണുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെയാണ് ഞാൻ ഈ സ്ഥലമാക്കിയെടുത്തത്. നിങ്ങൾ നോക്കുക, ഇതിൻ്റെ മുൻപത്തെ രൂപമായിരുന്നു ഇത്. മുറ്റത്തിൻ്റെ മുൻപത്തെ രൂപം. അവർ പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ചെറുതായിട്ടൊക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ ഈ വീഡിയോ 10 മിനിറ്റാണ്. 10 മിനിറ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഗുണമുണ്ടാവും. ഞാൻ ചെല്ലുന്ന സമയത്ത് സാറിൻ്റെ വീട്ടിലെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇത്. അതായത് ആൾക്ക് ജോലിയുണ്ട്, ആളുടെ വീട്ടിൽ ആളുകൾ കുറവാണ്. അപ്പോൾ അത് അങ്ങനെ ശ്രദ്ധയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വീട് ഹൗസ് വാമിങ്ങോ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഇട്ടായിരുന്നു. ആൾക്ക് നമ്മൾ ചെയ്ത രൂപത്തിൽ ചെയ്ത് തീരുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഭയങ്കര സംശയങ്ങളായിരുന്നു. വാട്ടർ ലെവലിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ ആൾ ചോദിച്ചിരുന്നു, ഇതിപ്പോൾ എന്താവാനാണ്, ഇതിങ്ങനെ ആവുമോ, വല്ലതും ആവുമോ, ഇതിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു ചോദിച്ചിരുന്നത്. എന്തായാലും എനിക്ക് വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. ഇതിൻ്റെ വർക്ക് കഴിയുമ്പോൾ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആവുന്നു. അപ്പോൾ കുറേ പ്ലാന്റ്സുകളും കാര്യങ്ങളൊക്കെ പഴയത് തന്നെ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ പുതിയ പ്ലാന്റ്സുകളൊന്നും ലോൺ ഏരിയയിലോട്ട് വാങ്ങിച്ചിട്ടില്ല. പിന്നെ സ്റ്റോൺ ആണെങ്കിൽ ആളുടെ 2 കല്ലിനിടയ്ക്കായിട്ട് 3ാമത്തെ കല്ലിലായിരുന്നു നമ്മളൊരു ആർട്ടിഫിഷ്യൽ ഗ്യാസ് ഒരു ലൈന് സിംഗിൾ ലൈൻ വിരിച്ചിരുന്നത്. മുൻകൂട്ടി തന്നെ ഈ പ്രതലം ഏത് രൂപത്തിലാകുമെന്ന വ്യക്തമായ കാഴ്ചപ്പാട് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളിത് കഴിയുന്നവരുന്ന് വെയിറ്റ് ചെയ്യുക, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പ്ലാന്റ്സിനെ പറ്റി പറഞ്ഞു തുടങ്ങിയപ്പോൾ പുള്ളിക്ക് പ്ലാന്റുകളോടുള്ള താല്പര്യം കൂടി. അതിൻ്റെ മുൻപ് പുള്ളി എന്നോട് ചോദിച്ചിരുന്നു, ഫൈസൽ, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്. 2300 സ്ക്വയർ ഫീറ്റ് കല്ല് മാത്രമായിരുന്നു അദ്ദേഹം ഓർഡർ ചെയ്തിരുന്നത്. 2400 സ്ക്വയർ ഫീറ്റോളം ഏകദേശം നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്രയും ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 1600-700 സ്ക്വയർ ഫീറ്റോളം ഗ്രാസ് വെച്ചിരുന്നു. പിന്നെ കുറച്ചധികം ഗ്രാസ് നമ്മൾ എടുത്തിരുന്നു. അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ. അപ്പോൾ ഇതായിരുന്നു ആ ഭാഗത്ത് ഒരു കാഴ്ച എന്ന് പറയുന്നത്. ചെന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ, അവിടെയുള്ള പ്ലാന്റ്സുകൾ നമ്മൾ ലോണിന് വേണ്ടിയിട്ട് അവിടുന്ന് അതിൻ്റെ പോട്ടുകളൊക്കെ ഒഴിവാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച്, അതായത് പെൻസിൽ പൈൻ പോലത്തെ, അതുപോലെ കുറച്ച് സിമ്പിളായിട്ടുള്ള കുറച്ച് ചെടികളൊക്കെ എടുത്തിരുന്നു. പിന്നെ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ ഞാൻ എത്തിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ വീടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, ആദ്യം ഈ സൈഡ് ഭാഗങ്ങളിലൊക്കെ അതൊരു 4.5 അടിയായിരുന്നു പറഞ്ഞിരുന്നത്. മറ്റേ സൈഡിൽ 5 അടി പ്ലാന്ററി ബോക്സിനെ വിട്ടിട്ട് അങ്ങനെ ചെയ്യാനായിരുന്നു മറ്റേ ഓതർ സൈഡിൽ പറഞ്ഞിരുന്നു. എന്തായാലും നമ്മൾ ചെയ്തു വന്നപ്പം 5 അടിയുള്ളത് ഒരു 6 അടിയൊക്കെ ആയി ചില ഭാഗങ്ങളിൽ. പിന്നെ ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്കാൾ ഏകദേശം ഒരു 150 സ്ക്വയർ ഫീറ്റ് 200 സ്ക്വയർ ഫീറ്റോളം കൂടി. അത് നമ്മൾ വിരിച്ചു വന്നപ്പോൾ ഈ കല്ലിനുള്ള ഗ്യാപ്പ് കൊണ്ട് കിട്ടിയതാണ്. കല്ല് എല്ലാ ഭാഗത്തും കുറച്ച് ഗ്യാപ്പ് കിട്ടിയിരുന്നു. പിന്നെ ഗ്രാസ് ഉണ്ടാവുകൊണ്ട് അങ്ങനെ കുറച്ച് കിട്ടി. പിന്നെ നമ്മൾ ലോൺ ചെയ്തപ്പം അതിനകത്ത് നമ്മൾ എടുത്ത അളവിൽ നിന്ന് ചെറിയൊരു മാറ്റങ്ങളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് കല്ലിൻ്റെ അളവ് കൂടിയത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ മുഹമ്മദ് ക. സ്ഥലം എവിടെയാണ്? കോതച്ചിറ. കുറ്റനാടിനടുത്ത് കോതച്ചിറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. കുറ്റനാടനല്ലേ? പാലക്കാട് ജില്ലയുടെ ബോർഡർ. അപ്പൊ പുള്ളിയുടെ വീടാണ് നമ്മൾ സ്റ്റോൺ വിരിച്ചത്. അപ്പോൾ എങ്ങനെ എടുക്കാം, വിശേഷങ്ങളൊക്കെ പറയും. വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഇത് സെർച്ച് ചെയ്ത് തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ഒരുപാട് പേരുമായിട്ട് ഞാൻ ഇതിനെ പറ്റി ചർച്ച ചെയ്യാറുണ്ട്. യൂട്യൂബിൽ പല യൂട്യൂബേഴ്സിനും കാണാറുണ്ട്. പിന്നെ ഇത് വർക്ക് ചെയ്യുന്ന പലരെയും യൂട്യൂബിൽ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കണ്ടപ്പോഴൊരു ദിവസം ഇതുപോലെ വിളിച്ചു. അതിൽ ഫൈസലിൻ്റെ വർക്കുകളെ പറ്റിയിട്ട് ഫൈസൽ ഒരുപാട് വീഡിയോസ് ഇടാറുണ്ട്. വ്ളോഗറും കൂടി ആയിട്ടുള്ള ഫൈസലിൻ്റെ വീഡിയോസ് ഞാൻ കുറച്ച് സെർച്ച് ചെയ്തു കണ്ടു. അപ്പോൾ ആൾക്ക് ഒരുപാട് കഴിവുണ്ട്. ആള് പൊലിയാണ് കേട്ടോ. ഞാൻ നിരീക്ഷണങ്ങൾക്ക് പുള്ളി നമ്മളെ യൂട്യൂബ് വ്ളോഗറാന്ന് പറഞ്ഞു. നമ്മള് വ്ളോഗറല്ല, പക്ഷെ പുള്ളി ഒരു ചെറിയൊരു ആക്ടറൊക്കെയാണ്. ഒരുപാട് വലിയ വലിയ കലാകാരന്മാരുടെ ലോകത്ത് നമ്മളൊക്കെ എന്ത് കാര്യമില്ല. താങ്ക് യു. അപ്പൊ എന്തായാലും നമ്മൾ ചെയ്തതൊക്കെ സാറ്റിസ്ഫൈ ആയോ? ഒരു 90% ഞാൻ ഇപ്പൊ സാറ്റിസ്ഫൈഡ് ആണ് പറയാം. 10% പറ്റി പണി കഴിഞ്ഞിട്ടില്ല, പണി കഴിഞ്ഞിട്ടുമില്ല. പിന്നെ അതല്ല, ഇതിന്റെ വളർച്ചയുടെ ഭാഗമായിട്ട് ചെടികളുടെ വളർച്ച, ചെടികളെ പറ്റി പഠിക്കാൻ, വിശദമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചെടികളുടെ വളർച്ച മാത്രമല്ല, ഇവിടെ ചെയ്ത വർക്കിന്റെ റിസൾട്ട് നമ്മളുടെ കുറച്ച് ദിവസം കഴിയും. അതെ, അതിന്റെ ശരിയായിട്ടുള്ള അല്ല, പ്രത്യക്ഷത്തിൽ നമ്മൾ ചെയ്തത് കാണുമ്പോൾ ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഇനിയിപ്പോ ഇവിടെ ഈ റോഡ് സൈഡാണ്. നമ്മുടെ ഈ ഒരു ഗ്രാമത്തിലാണെങ്കിൽ പോലും ഒരുപാട് ആളുകൾ പോകുന്നത്. നല്ല റോഡാണ്. പിന്നെ എന്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പലരും വരും. ഇത് ഒരുപാട് കാലമായിട്ട് ഞാൻ ചെയ്യാതിട്ടിരുന്നതാണ്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാരുടെ
ഒരുപാട് കുറെ ആളുകൾ വന്നു അല്ലേ അങ്ങോട്ട്? പിന്നെ അഭിപ്രായങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. കാരണം ഇത് ചെയ്യാതെ ഇങ്ങനെ കാട് പിടിച്ചു കിടക്കുന്നതിനെ പറ്റിയിട്ട്. പിന്നെ എല്ലാവരും കൂടുള്ള ഒരു പ്രസ്സിങ്ങിൽ ഇപ്പൊ അങ്ങോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. വീട് വെച്ചിട്ട് 7 വർഷമായി, മതില് കെട്ടിയിട്ട് 3 വർഷമായി. അപ്പോഴും ഇതിലേക്ക് ഞാൻ ഇറങ്ങിയില്ല. കാരണം നമ്മുടെ സാങ്കേതികമായിട്ടുള്ള പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇപ്പൊ ഫൈസലിനെ പറ്റി പറയുകയാണെങ്കിൽ ആള് വളരെ ഐഡിയോളജിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ഇനി എന്റെ ഈ നല്ല രീതിയിലുള്ള എല്ലാ പിന്തുണ എപ്പോഴും ഉണ്ടായിരിക്കും. നല്ലതായിട്ട് തന്നെ പറയും. അദ്ദേഹത്തിന്റെ ഗ്രാമത്തെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമായിരുന്നു. ഡയറക്റ്റ് സൈറ്റ് ആയതുകൊണ്ട് തന്നെ യൂണിയൻകാർ തന്നെയാണ് അവർ ഡയറക്റ്റ് ഇറക്കിയത്. യൂണിയൻകാരുടെ കാശ് പിന്നെ നമ്മൾ ഫുള്ളായിട്ട് എടുത്തില്ല, കുറച്ച് അദ്ദേഹം എടുത്തു. അങ്ങനെ അത്യാവശ്യം നല്ല പൈസ ഉണ്ടാവും. കാരണം ഒത്തിരി സ്റ്റോൺ ഉള്ളതല്ലേ, 3 സ്ക്വയർ ഫീറ്റ് ഉള്ളതല്ലേ. അപ്പോൾ അവരുടെ പൈസ നമ്മൾ ടണ്ണേജിലല്ല സ്ക്വയർ ഫീറ്റിൽ നോക്കുമ്പം അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പതിയെ കല്ലുകളൊക്കെ വിരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ആളൊരുപാട് സാറ്റിസ്ഫൈ ആയി. പിന്നെ ലോൺ ഏരിയ നമ്മൾ ആദ്യം വേർതിരിച്ചൊരു 350 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കി ഭാഗം കൂടി പുള്ളിയോട് പറഞ്ഞ് കൺവിൻസ് ചെയ്തു. പുള്ളിയോട് പറഞ്ഞു, നിങ്ങൾ ഇത്ര ഭാഗം കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാകും എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ രൂപങ്ങൾ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് ഇഷ്ടമായി. അങ്ങനെ നമ്മൾ ഈ ഭാഗം കൂടി നമ്മൾ പുല്ല് വെക്കാനുണ്ടായിരുന്നു. കുറച്ച് പ്ലാന്റ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ അവിടെയുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് ഞാൻ കൂടുതൽ വെച്ച്. ഇച്ചിരി പ്ലാന്റ്സുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കലാത്തിയ, അതുപോലെ ഹെലിക്കോണിയ, പിന്നെ സ്പൈഡർ ലില്ലി, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒരു 5-10 ഐറ്റംസ് ഉണ്ടായിരുന്നു അതിനകത്തും. പിന്നെ ഒരു ചീരച്ചെടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ലോൺ സെറ്റ് ചെയ്ത്. അതുപോലെ തന്നെ പുള്ളി അവിടെ ഒരു മാവുണ്ടായിരുന്നു. അപ്പോൾ ആ മാവിനൊരു കെട്ട് വെച്ചു. വളരെ മനോഹരമായി നാച്ചുറലായിട്ടുള്ള സ്റ്റോൺ കൊണ്ട് തന്നെയാണ് ആ കെട്ടുകൾ ചെയ്തത്. അപ്പോൾ ഒത്തിരി ചെടികളൊന്നും ഇല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു സ്പേസിൽ കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു. N18 റംബുട്ടാനുണ്ട്, ഓൾ സീസൺ മാംഗോ ഉണ്ട്. അതുപോലെ നമ്മൾ ഗ്രാസും കാര്യങ്ങളൊക്കെ വെച്ചു. ഗ്രാസ് വന്നു കേട്ടോ. ഗ്രാസ് വന്നതിന് ശേഷം ഇതിപ്പോൾ ആർട്ടിഫിഷ്യൽ ഗ്രാസാണ്. ഇതായിരുന്നു നമ്മൾ ഫ്രണ്ടിൽ ഭാഗത്ത് വെച്ചത്. ഹെലിക്കോണിയ, കലാത്തിയ, പിന്നെ സ്പൈഡർ ലില്ലി, പിന്നെ സൈപ്രസ് ഗോൾഡനും തൂജ പ്ലാന്റും, ഇത്രയായിരുന്നു നമ്മൾ അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് കുറച്ച് നമ്മൾ വിയറ്റ്നാമിൻ്റെ ഗ്രാസാണ് വെച്ച്. പിന്നെ വിയറ്റ്നാമിൻ്റെ ഗ്രാസ് കുറച്ച് ഭാഗം 2 ലൈന് തികഞ്ഞില്ല. അപ്പം നമ്മൾ അതിനടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് വിയറ്റ്നാമിൻ്റെ സെക്കൻഡ് ക്വാളിറ്റി ഗ്രാസാണ് അവിടെ കിട്ടിയത്. അപ്പോൾ നമ്മൾ ലോൺ ഏരിയ സെറ്റ് ചെയ്തിട്ടോ. വളരെ കുറഞ്ഞ ചിലവിലാണ് കേട്ടോ ആൾക്ക് ഈ ലോൺ ഏരിയ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ പേൾ ഗ്രാസിനൊന്നും ഇപ്പോൾ വലിയ പ്രൈസും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ നമ്മൾ മുറ്റം കല്ല് വിരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ കുറച്ച് ഭാഗമെങ്കിലും നമ്മുടെ പേൾ ഗ്രാസൊക്കെ വെച്ച് ലോൺ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പേൾ ഗ്രാസ് നല്ല ഗ്രാസാണ്. ഞാൻ പല വീഡിയോകളിലും പേൾ ഗ്രാസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പല ആളുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസാണോ പേൾ ഗ്രാസാണോ ബെറ്റർ എന്ന് ചോദിക്കും. ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ച് കഴിഞ്ഞാൽ അത് ആർട്ടിഫിഷ്യലാണ്. പേൾ ഗ്രാസ് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഗ്രാസിനെ അപേക്ഷിച്ച് ഒത്തിരി കാലം അത് ലാസ്റ്റ് ചെയ്യും. അത് ഏറ്റവും നല്ല ഷീറ്റ് വാങ്ങിക്കുകയാണ്. നമ്മൾ കുത്തി വെക്കുന്നതിന് അത്ര പടർപ്പ് ഉണ്ടാവാറില്ല. അപ്പോൾ ഏറ്റവും നല്ല ഷീറ്റ് വാങ്ങിച്ച് വെക്കുന്നതാണ്, അതിനാണ് വൃത്തി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തൊക്കെ നമ്മൾ ഇതിനിടയിലൂടെ പുല്ല് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാവിൻ്റെ ആ ഭാഗത്തോട്ട് പുല്ല് തികയാണെങ്കിൽ വെക്കണം. നമ്മുടെ ഈ സൈഡിൽ നോക്കൂ, ഓരോ ഗ്യാപ്പ് കല്ലിൻ്റെ ഇടയ്ക്കും നമ്മൾ പുല്ല് വെച്ചിരുന്നു. ഞാനത് വീഡിയോയിൽ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു ഷോർട്ട് വീഡിയോ ഒക്കെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ബന്ധപ്പെടുക. ഫോൺ നമ്പറാണ് 8848658704 എന്ന നമ്പറിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ കോൾ ചെയ്താൽ മതി. ആർട്ടിഫിഷ്യൽ ഗ്രാസിനെ പറ്റി കൂടുതൽ പറയുന്നില്ല. കാരണം ആർട്ടിഫിഷ്യൽ ഗ്രാസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് അല്ല, നമ്മളത് പർച്ചേസ് നമുക്ക് വർക്കിന് വേണ്ടിയിട്ട് മാത്രം വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് എനിക്കറിയില്ല. എന്തായാലും ഏറ്റവും നല്ല ക്വാളിറ്റിയിലെ ഗ്രാസാണ് ഞാൻ വെക്കാറുള്ളത്. പിന്നെ വർക്ക് കംപ്ലീറ്റ് ഫിനിഷായി. നമ്മുടെ വർക്ക് കഴിഞ്ഞപ്പോൾ രാത്രിയായിരുന്നു. ഞാൻ ഫസ്റ്റ് ഇക്കയോടൊത്തുള്ള ആ വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ ചെയ്തൊക്കെ ഒരു 6 മണി ആ സമയത്താണ്. അതാണ് ക്ലാരിറ്റി ഇല്ലാത്ത. ഈ വീഡിയോക്കൊന്നും ക്ലാരിറ്റി ഇല്ല. പിന്നെ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ മുൻവശത്ത് നമ്മൾ ഗേറ്റിൽ നിന്ന് കയറുമ്പോൾ ഞാൻ 6 ഇഞ്ച് കോബിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിനകത്ത് എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് അറിയില്ല. ഞാൻ എന്തെല്ലാം ഭാഗം വന്നു കഴിഞ്ഞാൽ ഒന്ന് മെൻഷൻ ചെയ്യാം. പിന്നെ അന്ന് രാത്രി ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് പകൽ കുറച്ച് വീഡിയോ എടുത്തു തന്നാണത്. ഇതാണ് നമ്മൾ ലോൺ ചെയ്ത ഗ്യാസ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ 30 mm വെച്ചിട്ടുണ്ടായിരുന്നു. 30 mm സ്റ്റോണാണ്, താണ്ടൂർ സ്റ്റോണാണ് വിരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം, അതുപോലെ ബാക്ക് സൈഡിൽ കുറച്ച് ഭാഗങ്ങൾ വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ഭാഗം ആ ഏരിയയിൽ വിരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ താണ്ടൂർ സ്റ്റോൺ വെക്കുമ്പോൾ എപ്പോഴും ഒരു പച്ചപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഭാഗം ഗ്രാസ് വെക്കുക, അല്ലെങ്കിൽ കുറച്ച് ഗാർഡൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിനകത്തൊക്കെ നമ്മൾ ബാക്കിയുള്ള സ്റ്റോണിൻ്റെ പീസസുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. അത് അവർക്ക് വേണമെന്ന് പറഞ്ഞപ്പം അതങ്ങനെ ചെയ്തു കൊടുത്താണ്. അപ്പോൾ അതിനകത്ത് ഗ്രൗട്ടും കാര്യങ്ങളൊന്നും അത്ര പെർഫെക്ഷൻ അല്ല. നോക്കൂ, ഇതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗം. ആ ചെടികൾക്കിടയിലൊക്കെ ഞങ്ങൾ പുല്ല് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പീൻവീൽ ഫ്ലവറിന് നന്ദിയാർവട്ടത്തിൻ്റെ യെല്ലോ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പീസസ്.
പിന്നെ ആൾക്ക് കുറച്ച് ചെറിയ ഗിഫ്റ്റുകൾ, കോംപ്ലിമെൻറ്റ്സ്, കുറച്ച് പ്ലാൻസുകൾ ഉണ്ടായിരുന്നു. വിളിക്കുക. ഓക്കെ.